കേരളത്തിനായി ഒരുമിച്ചു നിൽക്കണം. പിണറായി വിജയനെ വീട്ടിലെത്തിക്കണ്ട് വി.ഡി. സതീശൻ. മുൻ മുഖ്യമന്ത്രിയും നിയുക്ത പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെ സന്ദർശിച്ച് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. തിരുവനന്തപുരത്തെ വാടക വീട്ടിലെത്തിയാണ് വി.ഡി. സതീശൻ വെള്ളിയാഴ്ച പിണറായിയെ സന്ദർശിച്ചത്. വസതിയിലെത്തിയ സതീശനെ പിണറായി വിജയനും കുടുംബവും സ്വീകരിച്ചു. പിണറായി വിജയനെ വീട്ടിലെത്തി കാണുമെന്ന് വി.ഡി. സതീശൻ നേരത്തെ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ശാസ്തമംഗലത്തെ അടൂർ പ്രകാശിന്റെ വീട്ടിൽ പോയതിനു ശേഷമായിരുന്നു പിണറായിയുടെ വീട്ടിലെത്തിയത്. വീടിന് പുറത്തേക്ക് ഇറങ്ങി വന്നാണ് പിണറായി വിജയനും കുടുംബവും വി.ഡി. സതീശനെ സ്വീകരിച്ചത്. പിണറായി വിജയന്റെ ഭാര്യ കമല, മകൾ വീണ എന്നിവർ സന്നിഹിതരായിരുന്നു. കമല വിജയൻ സതീശന് ചായ നൽകി സൽക്കരിച്ചു. ശേഷം പിണറായിയും സതീശനും സൗഹൃദ സംഭാഷണം നടത്തി. മുൻ എം.എൽ.എ. വി.കെ. പ്രശാന്ത്, മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, സി.പി.എം നേതാവ് ആനാവൂർ നാഗപ്പൻ എന്നിവരും വീട്ടിലുണ്ടായിരുന്നു. താൻ പിണറായി വിജയനെ കാണാനെത്തിയത് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും സീനിയറായ ആളാണെന്ന നിലയിലും 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ആളാണെന്ന നിലയിലും 16 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആളാണെന്ന നിലയ്ക്കുമാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരികയാണ്. കേരളത്തിന്റെ പ്രധാന കാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷ. അക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. സർക്കാരുകൾ എന്നാൽ തുടർച്ചയാണ്. ഒരു സർക്കാർ തുടങ്ങിയ പരിപാടി മറ്റൊരു സർക്കാർ മാറ്റിയാൽ കേരളം ഉണ്ടാകില്ല. പിണറായി വിജയനെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്, വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം പിണറായി വിജയൻ മാധ്യമങ്ങളോട് ഒന്നും തന്നെ പ്രതികരിച്ചില്ല. അതേസമയം തന്റെ യാത്രകൾക്ക് വാഹനവ്യൂഹം ആവശ്യമില്ലെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ യാത്ര ചൊല്ലി ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്നുള്ള കർശന നിർദ്ദേശമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് എസ്കോർട്ട്, പൈലറ്റ് വാഹനങ്ങൾ മാത്രമായിരിക്കും ഇനി അകമ്പടി നൽകുക. തന്റെ യാത്രകൾക്ക് പൈലറ്റ് വാഹനത്തിന്റെ അകമ്പടി മാത്രം മതിയെന്ന് വി.ഡി. സതീശൻ അറിയിച്ചിരുന്നു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതെന്നും സാധാരണക്കാരനെ പോലെ നേരത്തെ സഞ്ചരിച്ചിരുന്ന രീതിയിൽ തനിക്ക് പോയാൽ മതിയെന്ന് വി.ഡി. സതീശൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇസഡ് കാറ്റഗറി സുരക്ഷയുള്ള മുഖ്യമന്ത്രിയുടെ സുരക്ഷ കേവലം പൈലറ്റ് വാഹനത്തിൽ ഒതുക്കാനാകില്ലെന്ന് പോലീസ് അറിയിച്ചു. അതിനാൽ എക്സ്കോർട്ട് വാഹനം കൂടി മുഖ്യമന്ത്രിക്ക് അകമ്പടിയായി ഉണ്ടായിരിക്കും.